എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു കാമുകിയോ കാമുകനോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണുക. സ്റ്റാറ്റസ് ആയി ഫോട്ടോയോ അതല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും ആവട്ടെ ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ അലി പാണക്കാട്. എന്റെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യം ഞാൻ ഇതിന്റെ പ്രൈവസി സെറ്റിംഗ്സിനെ കുറിച്ച് പറയാം. നമ്മൾ പുതിയ വാട്സപ്പ് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോണ്ടാക്റ്റിൽ ബൈ ഡിഫോൾട്ട് ആരുടെയൊക്കെയോ വാട്സപ്പ് കോണ്ടാക്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ ഒരുപാട് അപരിചിതരായ ആളുകളുടെ ഫോൺ കോണ്ടാക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ സാധാരണ വൈഫിന്റെയോ അതുമല്ലെങ്കിൽ മകളുടെയോ അതുമല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകള് അതല്ലെങ്കിൽ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും ഫോട്ടോ ഒക്കെയാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ആയി സെറ്റ് ചെയ്യാറുള്ളത്. ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചറുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അത്തരം ഒരുപാട് സംഭവങ്ങൾ നാം സോഷ്യൽ മീഡിയ വഴി കാണാറുള്ളതുമാണ്. സോ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം സ്റ്റാറ്റസ് എന്നുള്ളതിലേക്ക് മാറ്റി കൊടുത്തു. ഇതിനുശേഷം ഞാനിവിടെ മുകളിൽ വലത് സൈഡിലായിട്ട് ഈ 3 ഡോട്ട്സ് കാണുന്നുണ്ട്. ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. ഒന്ന് സ്റ്റാറ്റസ് പ്രൈവസി ഒന്നും മറ്റൊന്ന് സെറ്റിംഗ്സ് ഒന്നും. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് സ്റ്റാറ്റസ് പ്രൈവസിയാണ്. ഇതങ്ങ് ഓപ്പൺ ചെയ്തു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണിക്കുന്നത് മൈ കോണ്ടാക്ട്, രണ്ടാമതായി മൈ കോണ്ടാക്ട് എക്സ്പെക്ട്, മൂന്നാമതായിട്ട് ഓൺലി ഷെയർ വിത്ത്. ഇങ്ങനെ 3 ഓപ്ഷനാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് പ്രൈവസി സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ തന്നെ അവർ എഴുതിയിട്ടുണ്ട് ചേഞ്ചസ് ടു യുവർ പ്രൈവസി സെറ്റിംഗ്സ് വോണ്ട് എഫക്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ദാറ്റ് യു ഹാവ് സെൻഡ് ആൾറെഡി എന്ന്. നിങ്ങൾ ഓൾറെഡി സെൻഡ് ചെയ്ത സ്റ്റാറ്റസിന് ഇത് ബാധകമല്ല, പുതുതായി ചെയ്യുന്ന സ്റ്റാറ്റസിന് ഇത് ബാധകമാവുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ മൈ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. അഥവാ ഞാൻ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഇനി ഞാൻ സ്റ്റാറ്റസ് ഇടുന്നത് നമ്മുടെ കോണ്ടാക്റ്റിൽ എത്രമാത്രം ആളുകളുടെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത്തരം എല്ലാവർക്കും നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇനി രണ്ടാമതായി നമുക്ക് കാണിക്കുന്നത് മൈ കോണ്ടാക്ട് എക്സ്പെക്ട് എന്നുള്ള ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ എന്തിനെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് കോണ്ടാക്റ്റുകളിൽ ഒരു 100 150 പേര് അതല്ലെങ്കിൽ 10-500 പേരുണ്ടെന്ന് കൂട്ടിക്കോളൂ. അത്തരം ആളുകൾ ഞാൻ ഒരു വാട്സപ്പ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു 5 6 അതല്ലെങ്കിൽ 7 എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ഒരു 4-5 പേർക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണേണ്ട എങ്കിൽ ആ ഒരു മൈ കോണ്ടാക്ട് എക്സ്പെക്ട് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നമ്മുടെ വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ച വാട്സപ്പ് കോണ്ടാക്റ്റുകളുടെ ലിസ്റ്റിംഗ് താഴെ വരും. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഒത്തിരി താഴെയുള്ള ഒരാളാണ് സെലക്ട് ചെയ്യണമെങ്കിൽ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ആ വ്യക്തിയെ കണ്ടെത്താം. അതല്ല, ഞാൻ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒരു വ്യക്തിയെ 1-2 വ്യക്തിയെ കാണിക്കുന്നു. 2 വ്യക്തിയെ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഒരു റെഡ് മാർക്ക് ടിക്കാണ് ഇവിടെ വന്നത്. ഈ ടിക്കറ്റ് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന ഈ ഒരു ഗ്രീൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇനി ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഈ 2 വ്യക്തികൾക്ക് ആ സ്റ്റാറ്റസ് കാണാൻ സാധിക്കില്ല. മറ്റു കൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ആ വാട്സപ്പ് സ്റ്റാറ്റസ് കാണാനും സാധിക്കും. മൂന്നാമതായിട്ട് നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഓൺലി ഷെയർ വിത്ത്. ഈ ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ വൈഫ് ആരെങ്കിലും ആയിക്കോട്ടെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട്. ഈ ഗേൾ ഫ്രണ്ടിന് ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ വിഷ് ചെയ്യണം. ഈ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സ്റ്റാറ്റസ് ആയിട്ട് അവരുടെ ഫോട്ടോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മറ്റു കൂട്ടുകാരോ അതല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ കണ്ടു കഴിഞ്ഞാൽ അതോടെ ആ പണി തീരും. അപ്പോൾ അത്രക്കാരിന്ന് മറ്റു കൂട്ടുകാരിൽ നിന്ന് നമ്മളെ ഫാമിലിയിൽ നിന്നെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഓൺലി ഷെയർ വിത്ത് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആരാണോ ആ വ്യക്തി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ എക്സാമ്പിളിന് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തു. ഈ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇനി സെറ്റ് ചെയ്യുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് ഈ ഒരു വ്യക്തിക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇവിടെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുന്നത് മൈ കോണ്ടാക്ട് എന്ന് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ എത്ര നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് ചെയ്യുന്ന ഓപ്ഷനിൽ നിങ്ങൾ 2 പേർ കാണണ്ട എങ്കിൽ ആ രണ്ടാമതായി ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു മൈ കോണ്ടാക്ട് എക്സ്പെക്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ 1 2 3 പേര് സെലക്ട് ചെയ്തതിനു ശേഷം അവർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവർക്ക് കാണാൻ സാധിക്കില്ല. മൂന്നാമതായിട്ട് കാണിക്കുന്നത് ഓൺലി ഷെയർ വിത്ത്. ആർക്കാണോ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണേണ്ടത് ഇവിടെ അവരെ സെലക്ട് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്ത്
ഇനി വരുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു 3 വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിക്ക്, ആ ഒരു വ്യക്തിക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറയാതെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ അധിക പേർക്കും അറിയുന്നതാവാം. എന്നാൽ പോലും ചിലർ ഇത് ശ്രദ്ധിക്കണം എന്നില്ല. നാം ശ്രദ്ധിച്ചാലും നമ്മുടെ വേണ്ടപ്പെട്ടവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ് ഈസ് മീ അലി പാണക്കാട് സൈനിങ് ഓഫ്.